കമ്പ്യൂട്ടർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لا حول ولا قوة إلا بالله العلي العظيم. തഫ്സീറു സൂറത്തി അന്നാസിആത്ത്. സൂറത്തു നാസിആത്തിന്റെ വ്യാഖ്യാനാണ്. മുഖദ്ദിമത്തുൻ വ തംഹീദുൻ. ആ സൂറത്തിന് ഒരു ആമുഖം പറഞ്ഞ് തുടങ്ങാണ്. ഇതില് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് സൂറത്തു അന്നാസിആത്ത് മിനസ് സുവരിൽ മക്കിയത്തിൽ ഖാലിസ. ഖാലിസായ മക്കിയായ സൂറത്തുകളിൽപ്പെട്ടതാണ് സൂറത്തു നാസിആത്ത് എന്നുള്ളത്. അത് ചില മക്കിയായ സൂറത്തുകൾക്കിടയിൽ മദനിയായ ആയത്തുകൾ ഉണ്ടാവാറുണ്ട്. മദനിയായ സൂറത്തുകൾക്കിടയിൽ മക്കിയായ ആയത്തുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ നാസിആത്ത് സൂറത്തിൽ മദനിയായ ആയത്തുകളില്ല. മുഴുവൻ ആയത്തുകളും മക്കിയാണ്. അതുകൊണ്ടാണ് മിനസ്സുവരിൽ മക്കിയത്തിൽ ഖാലിസ എന്ന് പറയുന്നത്. വത്തുസമ്മ ബി സൂറത്തി വന്നാസിആത്തി എന്ന് പേരുണ്ട്. നേരത്തെ പറഞ്ഞ അന്നാസിആത്തിയാണ്, വാവില്ലാതെയാണ്. എന്നാൽ പേരുകളുടെ കൂട്ടത്തിൽ വന്നാസിആത്തി ബി ഇസ്ബാത്തിൽ വാവിനെ സ്ഥിരപ്പെടുത്തിയിട്ട് വന്നാസിആത്ത് സൂറത്ത് എന്നും ഇതിന് പേരുണ്ട്. ഇതങ്ങനെ വാവിനെ സ്ഥിരപ്പെടുത്തി പറയുന്നത് ഹിക്കായത്തിൻ ലി അവലി അൽഫാദിഹ, ആ സൂറത്തിന്റെ ആദ്യ പദത്തെ ഹിക്കായത്ത് ചെയ്തുകൊണ്ട്. അപ്പോൾ തുടങ്ങുന്നത് വന്നാസിഖാത്തി ഖർഖനാണ്. അപ്പോൾ ആ വാവും കൂടി സ്ഥിരപ്പെടുത്തിയിട്ടുള്ള പേരും പറയപ്പെടാറുണ്ട്. മൊമൻ ദക്രഹ ബിദൂനി വാവിൻ ജഅല ലഫ്ള അന്നാസിയാത്ത് അലമൻ അലൈഹ. ചില ആളുകൾ ഈ സൂറത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് വാവ് കൂടാതെ വെറും അന്നാസിയാത്തി എന്നാണ്. അപ്പൊ അവരെ ഒമൻ ദക്രഹ ബിദൂനി വാവിൻ, വാവില്ലാതെ ഈ സൂറത്തിന്റെ പേര് പറഞ്ഞവർ ജഅല ലഫ്ള അന്നാസിയാത്ത്, അവർ അന്നാസിയാത്ത് എന്നുള്ള പദമാക്കിയിട്ടുണ്ട്. അലമൻ അലൈഹ, ആ സൂറത്തിന്റെ പേരാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാവിനെ സ്ഥിരപ്പെടുത്തുന്നവരോ ആ സൂറത്തിന്റെ ആദ്യ പദം അതാണ് എന്നുള്ള നിലക്ക് വന്നാസിയാത്തി എന്ന് പറയും. അപ്പൊ സൂറത്തിന്റെ ആദ്യ വേർഡ് പിന്നെ വന്നാസിയാത്തി എന്നുള്ള നിലക്ക് വന്നാസിയാത്തി സൂറത്ത് എന്ന് പറയും. അല്ലാതെ ഒരു പേര് എന്നുള്ള അർത്ഥത്തിൽ വാവ് കളഞ്ഞിട്ട് അന്നാസിയാത്തി എന്ന് പറയും. വത്തുസമ്മ അയ്യതാൻ സൂറത്തു സാഹിറ. അന്ത്യനാളിലെ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആ രംഗത്തിനാണ് സാഹിറയിൽ അന്ത്യനാൾ മാഷ്റാ ലോകത്ത് ഒരുമിച്ച് കൂടുമെന്ന് പറയും. ആ പദം ഇതിൽ കടന്നു വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സൂറത്തു സാഹിറ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സൂറത്തു ത്വാമ, അന്ത്യനാളിന്റെ മറ്റൊരു പേരാണ് ത്വാമ എന്നുള്ളത്. ആ പേരും ആ പദവും ഈ സൂറത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ആ പേരും ഈ സൂറത്തിന് പറയുന്നുണ്ട്. എന്തിനാ എങ്ങനെയാണ് ഈ രണ്ട് പേരിട്ടത്? ലിവുഖൂഇ ഹാദൈനി ലഫ്ലൈനി ഫീഹ ദുന ഗൈരിഹ. ഈ രണ്ട് പദങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്, മറ്റൊന്നിനെ കൂടാതെ. ഈ സൂറത്തിൽ മറ്റു സൂറത്തുകളിലൊന്നും ഇല്ലാതെ ഈ സൂറത്തിൽ കടന്നു വന്ന രണ്ട് പദങ്ങളാണ് അസാഹിറ എന്നുള്ളതും അത്വാമ എന്നുള്ളതും, അന്ത്യനാളിനെ സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ സൂറത്തിന്റെ പേരായിട്ട് സാഹിറ സൂറത്ത് എന്നുള്ളതും ത്വാമ സൂറത്ത് എന്നുള്ളതും പറയാറുണ്ട്. ക്ലിയർ അല്ലേ? വഹിയ അസൂറത്തു താസിഅത്ത് വസ്സബഊന ഫി തർത്തീബിൽ മുസാഫി. മുസാഫിന്റെ തർത്തീബ് അനുസരിച്ച് 79ാമത്തെ സൂറത്താണ് ഇത് എന്നുള്ളത്. അമ്മാ തർത്തീബുഹ ഫിൻ നുസൂലി ഫഹിയ സൂറത്തുൽ ഹാദിയത്ത് വസ്സമാനൂന മിൻ ബൈനി സുവരിൽ മക്കിയ. നുസൂലിന്റെ തർത്തീബ്, അവതരിച്ചതിന്റെ തർത്തീബ് അനുസരിച്ച് ഫയ്യ സൂറത്തുൽ ഹാദിയ വസ്സമാനൂന 81ാമത്തെ സൂറത്താണ്. മിൻ ബൈനി സുവരിൽ മക്കിയ, മക്കിയായ സൂറത്തുകൾക്കിടയിലെ 81ാമത്തെ സൂറത്താണ് ഈ സൂറത്ത് എന്നുള്ളത്. വക്കാൻ നുസൂൽ ഹബാദ് സൂറത്ത് അന്നബ, സൂറത്തു നബ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ സൂറത്ത്, കഴിഞ്ഞ സൂറത്തിനെ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് തീർത്ത അമ്മയത്ത് സാൽ എന്നുള്ള നബ സൂറത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. വഖബല സൂറത്തി അൽ ഇൻഫിത്താർ, സൂറത്തുൽ ഇൻഫിത്താർ എന്നുള്ള സൂറത്തിന്റെ മുമ്പുമായിട്ടും. ഐ അന്ന സൂറത്ത് നാസിയ തുഅ്തബറു മിൻ അവാഖിരി സുവരിൽ മക്കിയത്തി നുസൂൽ എന്ന, മക്കയിൽ അവതരിച്ച സൂറത്തുകളിലെ അവസാനം ഇറങ്ങിയതായിട്ട് പരിഗണിക്കപ്പെടുന്ന സൂറത്താണ് സൂറത്തുൻ നാസിയാത്ത്. വ അദദു ആയാതിഹ ഖംസുൻ വ അർബഊന ആയ. അപ്പോൾ ആദ്യം സൂറത്തിന്റെ പേര് പറഞ്ഞു, രണ്ടാമത്തെ ഇത് അവതരിച്ചത് എത്രാമത്തെ ഓർഡറിലാണ് എന്നുള്ളത് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് അദദു ആയാതിഹ, അതിൻ്റെ ആയത്തുകളുടെ എണ്ണം ഖംസുൻ വ അർബഊന ആയ ഫിൽ മുസാഫിൽ കൂഫി. കൂഫി മുസാഫ് അനുസരിച്ച് 45 ആയത്തുകളാണ്
ഇതിലുള്ള ആയത്തുകളുടെ എണ്ണം എന്നുള്ളത്. വസിത്തുൻ വർബൗന 46 ആയത്തുണ്ട് ഫി ഗൈരിഹി മറ്റുള്ള മുസാഫുകളുടെ നോക്കുന്ന സമയത്ത്. അപ്പോൾ സൂറത്തുകൾ ആയത്തുകൾക്കിടയിൽ പിന്നെ ഫാസിൽ കൊണ്ടുവന്ന അനുസരിച്ച് ആയത്തുകളുടെ എണ്ണത്തിൽ മാറ്റം അനുഭവപ്പെട്ടപ്പോൾ അത് കൂഫി മുസാഫ് അനുസരിച്ച് 45 ആണെങ്കിൽ മറ്റു മുസാഫുകളിൽ 46 എണ്ണായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വമിൻ അഹമ്മി മഖാസിദിഹ ഇഖാമത്തുൽ അദില്ലത്തി അലാ വഹ്ദാനിയത്തില്ലാഹി തആല. അപ്പോൾ എണ്ണ പറഞ്ഞതിന് ശേഷം പിന്നെ ഈ സൂറത്തിൻ്റെ മഖാസിദുകൾ പറയാണ്. എന്താണ് അള്ളാഹു ഈ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? അതിൻ്റെ മഖാസിദ് ഇഖാമത്തുൽ അദില്ലത്തി അലാ വഹ്ദാനിയത്തില്ലാഹി തആല, അള്ളാഹു തആലയുടെ ഏകത്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന തെളിവുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. വഅല അന്നൽ ബഹ്സ ഹഖുൻ, പുനർജീവിപ്പിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതും ആണ് ഇതിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്ന ആശയം. വദിക്റു ജാനിബിൻ കബീരി മിൻ അലാമാതിഹി വഹ്വാലിഹി, പുനർജീവിതത്തിൻ്റെയും അന്ത്യനാളിൻ്റെയും അഹ്വാല് അറിഞ്ഞാൽ ഭയാനകരമായ രംഗങ്ങൾ, അലാമാത്ത് പറഞ്ഞാൽ അതിൻ്റെ അടയാളങ്ങൾ. ഇതിൽ ഇന്ന് ജാനിബ് കബീർ എന്ന് പറഞ്ഞ വലിയ ഒരു ഭാഗം പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ഇത് വ്യക്തമാക്കി തരുന്നുണ്ട് ഈ സൂറത്തിലൂടെ. അന്ത്യനാളിനെ കുറിച്ചും അതിൻ്റെ ഭയാനതകളും വ്യക്തമാക്കി തരുന്നുണ്ട്. വറദ്ദു അലൽ ജാഹിദീന അല്ലദീന അങ്കറു ഉഖ്വാഹു, അന്ത്യനാൾ ഉണ്ടാകും എന്നുള്ളതിന്, പുനർജീവിതം ഉണ്ടാകും എന്നുള്ളതിനെ നിഷേധിച്ചവർക്ക് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. റദ്ദ് ചെയ്യാൻ മറുപടി പറയുക. ജാഹിദീൻ എന്ന് പറഞ്ഞാൽ നിഷേധിച്ച ആളുകൾ. അപ്പോൾ ബഹസ് ഉണ്ടാകും എന്നുള്ളതിനെ നിഷേധിച്ച ആളുകൾക്ക് അവർക്ക് മറുപടി പറയലും ഈ സൂറത്തിൽ കടന്നു വരുന്നുണ്ട്. വത്തദിക്കിറുന്നാസി, ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബിജാനിബിൻ മിമ്മ ദാറ ബൈന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വബൈന ഫിർഔന മിൻ മുനാഖശാത്തിൻ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഫിർഔൻ്റെയും ഇടയിൽ നടന്ന മുനാഖശാത്തുകൾ, ചർച്ചകളും വർത്തമാനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ സൂറത്ത് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ വകൈഫ അന്നല്ലാഹു തആല ഖദ് അഖദ ഫിർഔന അഖദ അസീസി മുഖ്തദിർ, അള്ളാഹു എങ്ങനെയാണ് ഫിർഔനെ ശിക്ഷിച്ചത് എന്നുള്ളതും, അഖദ അസീസിൻ മുഖ്തദിർ, യോഗ്യനായ എല്ലാത്തിനും കഴിയുന്ന ഒരാൾ എന്നുള്ള നിലക്ക് അള്ളാഹു ഫിർഔനെ പിടികൂടിയ ശിക്ഷിച്ചതും ഈ സൂറത്തിൽ വരച്ച് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം ഇത്രയാ വിഷയങ്ങളൊക്കെയാണ് ഇതിൻ്റെ മഖാസിദുകൾ. അപ്പം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ മേൽ അറിയിക്കുക, പുനർജീവിതം ഉണ്ട് എന്നുള്ളത് തെളിയിക്കുക, അതിൻ്റെ ഭയാനകതകളും അടയാളങ്ങളും വിശദീകരിക്കുക, അത് നിഷേധിച്ചവർക്ക് മറുപടി പറയുക, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഫിർഔൻ്റെയും ഇടയിൽ നടന്ന സംഭാഷണങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഇത്ര കാര്യങ്ങളാണ് ഈ സൂറത്തിൽ വിശദീകരിക്കുന്നത്. കമാ അന്ന സൂറത്തുൽ കരീമത്ത ഇഷ്തമലത്ത് അല മലാഹിരി ഖുദ്റതിഹി തആല, ഈ പരിശുദ്ധ സൂറത്ത് അത് ഉൾക്കൊണ്ടിരിക്കുന്നു അല മലാഹിരി ഖുദ്റതിഹി തആല, അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ മേലിൽ, ആ കഴിവ് നമുക്ക് പ്രകടമാകുന്നതിൻ്റെ മേലിൽ, അത് നമ്മളുടെ മേൽ വെളിവാകുന്നതിന് എന്നതും ഉൾക്കൊണ്ടിട്ടുണ്ട്. അല്ലത്തി നറഹ മനുഷാഹിദുഹ, ആ അള്ളാഹുവിൻ്റെ കഴിവുകൾ നാം കാണുന്നുണ്ട്, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫി ഖൽഖിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ, ലിസ്സമാവാതി വൽ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ. അപ്പോൾ അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, അള്ളാഹു ചെയ്തു വെച്ച കാര്യങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ മേലിൽ നമുക്ക് ബോധ്യമാകുന്ന രീതിയിൽ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒമസ്തമലത്ത അലൈഹി മിൻ അജായിബ്, ഒമസ്തമലത്ത ആ ആകാശവും ഭൂമിയും ഉൾക്കൊണ്ട കാര്യങ്ങൾ, മിൻ അജായിബ് അൻ അജായിബ അത്ഭുതകരമായ കാര്യങ്ങൾ. അപ്പോൾ ആകാശത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങളിലേക്ക് ഉണർത്തുന്നുണ്ട്, ഭൂമിയിലെ അത്ഭുതകരമായ കാര്യങ്ങൾ. ഇത് രണ്ടേയും അത്ഭുതകരമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ മേലിൽ അറിയിക്കുന്നുണ്ട്. അതും ഈ സൂറത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു. സുമ ഖതമത്ത്, പിന്നെ ഈ സൂറത്ത് അവസാനിച്ചു ബി ബയാനി ഹുസ്നി ആഖിബത്തിൽ മുത്തഖീന, മുത്തഖീങ്ങളുടെ നല്ല ആഖിബത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ഉസൂയി ആഖിബത്തിൽ കാഫിരീന, കാഫിരീങ്ങളുടെ മോശം ആഖിബത്തിനെയും വിശദീകരിച്ചുകൊണ്ട് ആണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഒബിൽ ഇജാബത്തിയൻ അസ്ലത്തി സായിരിൻ അൻ യോമിൽ ഖിയാമ, അന്ത്യനാൾ അതെപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയും പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ഒബിൽ ഇജാബത്തി, മറുപടി പറഞ്ഞുകൊണ്ട്, അല അസ്ലത്തി സായിലീന അൻ യോമിൽ ഖിയാമ, അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കുന്നവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട്.
ബയാനി വിശദീകരിച്ചുകൊണ്ട് മന്ന മൗഇദ മജീ ഹാദല്യവും ആ ദിവസം കടന്നു വരുന്ന സമയം, അതിൻ്റെ മൗഇദ് മറദ്ദുഹു ഇലല്ലാഹ്, അതിൻ്റെ മടക്കം അള്ളാഹുവിലാണ്. അള്ളാഹുവിന് മാത്രമാണ് അറിയിക്കുക. അപ്പൊ അന്ത്യനാൾ ഉണ്ടാവും എപ്പോഴാണ് എന്നവർ ചോദിക്കുന്നുണ്ട്. അത് എപ്പോൾ വരും എന്നുള്ള വിവരം, അതിൻ്റെ മുഴുവൻ വിവരങ്ങളുടെയും മടക്കം അള്ളാഹുവിനേക്കാവുന്നു, അള്ളാഹുവിന് മാത്രമാണ് അറിയിക്കുക. അള്ളാഹു താല മറുപടി പറയാണ്, യസ് അലൂനക്ക അനിസാഅത്തി. അപ്പോൾ സൂറത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ആയത്ത് തന്നെ എടുത്തു വെച്ചിട്ടാണ്. യസ് അലൂനക്ക അനിസാഅത്തി, അന്ത്യനാളിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. അയ്യാന മുർസഹ, എപ്പോഴാണ് സംഭവിക്കുക. ഫീമ അന്തമിദിക്റാഹ, അത് പറഞ്ഞു കൊടുക്കാനുള്ള എന്താണ് നബിയെ നിങ്ങളുടെ കയ്യിലുള്ളത്. ഇലാ റബ്ബിക മുന്തഹഹ, അതിൻ്റെ മുഴുവൻ വിവരങ്ങളും ചെന്ന് അവസാനിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഉള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ആ വിവരങ്ങൾ നിങ്ങളുടെ അടുക്കലല്ലാത്തത് കൊണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക. ഇന്നമാ അന്ത മുന്തിറുമൻ യഖ്ഷാഹ, അതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരാൾ മാത്രമാണ് നിങ്ങൾ. അതിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ, അള്ളാഹു അറിയിച്ചു തന്ന കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുകയും മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ് നിങ്ങൾക്കുള്ളത്. അതിൻ്റെ മുന്തഹ മുഴുവൻ വിവരങ്ങളുടെയും മടക്കം അള്ളാഹുവിലേക്കാവുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം, അന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയ്യത്തൻ ഔ ളുഹാഹ, അതിൻ്റെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അവര് കുറഞ്ഞ സമയമല്ലാതെ താമസിച്ചിട്ടില്ല എന്നവർ വിചാരിച്ചു പോകുന്നതാണ്. ലം യൽബസു, അവർ താമസിച്ചിട്ടില്ല, ഇല്ലാ അശിയ്യത്തൻ, ഒരു വൈകുന്നേരമല്ലാതെ, ഔ ളുഹാഹ, ഒരു പ്രഭാത സമയമല്ലാതെ താമസിച്ചിട്ടില്ല എന്നവർക്ക് തോന്നും. അങ്ങനത്തെ ഭയാനകരമായ രംഗങ്ങളാണ് അന്നുണ്ടാവുക. അതിനെക്കുറിച്ചുള്ള വിവരം നബിയെ നിങ്ങളുടെ അടുക്കലല്ല എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിന്റെ ആമുഖത്തിൽ ഉള്ളത്. പിന്നെ നേരെ തഫ്സീറിലേക്ക് പോവുകയാണ്. തഫ്സീർ വഖദ് ഇഫ്തദഹ സുബ്ഹാനഹു സൂറത്ത് അൻ-നാസിഅത്ത് ബിഖൗലിഹി തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദ് ഇഫ്തദഹ സുബ്ഹാനഹു തആല, അല്ലാഹു തആല ആരംഭിച്ചിരിക്കുന്നു സൂറത്തുൻ നാസിയാത്ത് എന്നത് ബിഖൗലിഹി തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നാസിആത്തി ഗർഖൻ. നസഅ പറഞ്ഞാൽ ഒരു വസ്തുവിനെ വലിക്കുക, വലിച്ചൂരിയെടുക്കുക എന്നുള്ള ഒക്കെയാണ് അർത്ഥം. വന്നാസിആത്തി, ശക്തമായി ഊരിയെടുക്കുന്നവർ തന്നെയാണ് സത്യം. ഗർഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അത് ആഴത്തിൽ നിർവഹിക്കുക, ശക്തമായി നിർവഹിക്കുക എന്നുള്ളതൊക്കെയാണ്. അഗ്റഖ എന്നുള്ള പദത്തിൽ നിന്ന് വന്നതാണ്. ഒരു പ്രവൃത്തിയിൽ ആണ്ടുപോയി ശക്തമായി ചെയ്തു എന്നുള്ള അർത്ഥം. അപ്പൊ ശക്തമായി ഊരിയെടുക്കുന്നവർ തന്നെയാണ് സത്യം എന്ന് പറയും. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്നവരുടെ വിശദീകരണമാണ് അന്നാസിആത്ത് എന്നുള്ളത്. അപ്പൊ അവിടെ ആരെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത് പ്രധാനമായിട്ടും പറയപ്പെട്ടിട്ടുള്ളത് ഒരു കൂട്ടം മലക്കുകൾ. ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്താണ്? നാസിആത്തി, വിശ്വാസികളുടെ അർവാഹുകൾ, ആത്മാവുകളെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം എന്ന് വിശദീകരിക്കണം. അപ്പോഴാണ് പറയുക. അപ്പോൾ വന്നാസിആത്തി ഗർഖൻ, ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ഊരിയെടുക്കുന്ന ഒരു പറ്റം മലക്കുകൾ തന്നെയാണ് സത്യം. വന്നാഷിതാത്തി നഷ്തൻ, ഏൽപ്പിച്ച പണികൾ വൃത്തിയിലും വേഗത്തിലും ചെയ്തു തീർക്കുന്ന, മൃദുവായും വേഗത്തിലും ചെയ്തു തീർക്കുന്ന ഒരു കൂട്ടം മലക്കുകൾ തന്നെയാണ് സത്യം. അവിടെയും ആ നാഷിതാത്ത് എന്നുള്ളത് അൽ മലായിക്കത്തു നാഷിതാത്തു എന്ന് സങ്കല്പിച്ചു കൊടുത്തിട്ടാണ്. നാഷിത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിച്ച പണികൾ വേഗത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ള ആ ഒരു വിശേഷണാണത്. അത് ചെയ്യുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. നഷ്തൻ, ഒരു പ്രവർത്തിക്കൽ. വസ്സാബിഹാത്തി സബഹൻ, അതുകൊണ്ട് വേഗത്തിൽ സഞ്ചരിക്കുക എന്നാണ്. അപ്പോൾ അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങൾ അത് നിർവഹിക്കാൻ വേണ്ടി ഭൂമിയിലും ആകാശത്തുമായി അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം മലക്കുകൾ തന്നെയാണ് സത്യം. ഫസ്സാബിഖാത്തി സബഖൻ, അതുകൊണ്ട് മുൻകടന്നു പോകുക. സബഖ എന്ന് കഴിഞ്ഞാൽ ഒപ്പം സഞ്ചരിക്കുന്നവരെ മുൻകടക്കുന്നതിനാണ് പറയുക. മത്സരത്തിലൊക്കെ ഫസ്റ്റ് കിട്ടുന്നതിന്, മുൻകടക്കുന്നതിനൊക്കെ. അപ്പോൾ ഫസ്സാബിഖാത്തി സബഖൻ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പാക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് മുമ്പേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. ഫൽ മുദബ്ബിറാത്തി അമ്രൻ, അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങളെ
തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കുന്ന, മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. അപ്പോൾ അതൊക്കെ ഈ ഒക്കെ വിശേഷണങ്ങളാണ്. നാസിയാത്ത്, നാഷിതാത്ത്, സാബിഹാത്ത്, സാബിഖാത്ത്, മുദബ്ബിറാത്ത്. ഇത് ആരുടെ വിശേഷണങ്ങളാണ് എന്നുള്ളത് മുഫസ്സിരിങ്ങൾ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് എല്ലാവരും ശരിയാണ് എന്ന് പറഞ്ഞ് ശരിയായ അഭിപ്രായം ഇതാണ് എന്ന് ഈ തഫ്സീറിലൊക്കെ പറഞ്ഞിട്ടുള്ളത് മലക്കുകളുടെ വിശേഷണമാണ്. അപ്പോൾ ഒരു പറ്റ മലക്കുകൾ അള്ളാഹു ആത്മാവിനെ പിടിച്ചാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരിയെടുക്കുന്ന നാസിആത്ത്, ആ ഡ്യൂട്ടി ചെയ്യുന്നവര്, ആ പ്രവർത്തനത്തിന് വേണ്ടി പിന്നെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നവര്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവര്, അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനത്തെ ഒക്കെ മലക്കുകൾ തന്നെയാണ് സത്യം എന്ന് പറയാണ്. ഇതൊക്കെ വെച്ചിട്ട് എന്താണ് സത്യം ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. ലതുബ്അസുന്ന, തീർച്ചയായിട്ടും നിങ്ങളെ പുനർജീവിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ബഅസ് ഉണ്ടാകുന്നതാണ്, പുനർജീവിതം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാണ് ഇതൊക്കെ സത്യം ചെയ്തു പറഞ്ഞത്. എങ്ങനെ അത് മനസ്സിലാകുന്നതിന് ശേഷം പറയുന്നതിൽ നമുക്ക് അത് മനസ്സിലാകുന്നതാണ്. ശേഷം എന്താണ്? യൗമ തുർജുഫു റാജിഫ. റജിഫത്ത് പറഞ്ഞാൽ പ്രകമ്പനം എന്നാണ്. യൗമ തുർജുഫു, പ്രകമ്പനം കൊള്ളുന്ന ദിവസം. റാജിഫത്തു, പ്രകമ്പനം കൊള്ളുന്നത് ഒക്കെ വ്യാഖ്യാനത്തിൽ കൃത്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓരോന്നും അതിൻ്റെ എങ്ങനെയാണ് ആ അലങ്കാരിക പ്രയോഗം എന്നൊക്കെ. അപ്പൊ പ്രകമ്പനം കൊള്ളുന്നത്, പ്രകമ്പനം കൊള്ളുന്ന ദിവസം. തത്ബഉഹ റാദിഫ. റദിഫ പറഞ്ഞാൽ റാദിഫ തുടർന്ന് വരുന്നതാണ്. തത്ബഉഹ, അതിനെ തുടർന്ന് വരുന്നതാണ് റാദിഫത്തു, തുടർന്ന് വരുന്നത്. അപ്പോ ലോകം അവസാനിക്കാൻ വേണ്ടി സൂറന്ന കാഹളത്തിലൊന്ന് ഊതുമ്പോൾ വലിയൊരു പ്രകമ്പനത്തോടു കൂടെ ലോകം അവസാനിക്കും. അതാണ് ഒന്നാമത്തെ യൗമ തർജുഫുർ റാജിഫ. അത് കഴിഞ്ഞിട്ട് ഒരു ശാന്തമായ ഇടവേളയ്ക്ക് ശേഷം സൂറന്ന കാഹളത്തിൽ രണ്ടാമത് ഊതും. അതാണ് തത്ബഉഹ റാദിഫ, തുടർന്ന് വരുന്നത് തുടർന്ന് വരും. ആ തുടർന്ന് വരുന്നതോടുകൂടെ എല്ലാവരും ഖബറിൽ നിന്ന് എണീറ്റ് മഅ്ശറാ ലോകത്ത് ഒരുമിച്ച് കൂടുകയാണ് ചെയ്യുക. ഇത് രണ്ടിനിടയിൽ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് പല അഭിപ്രായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൃത്യമായിട്ട് എവിടെയും ഇല്ല. ഒരുപാട് വർഷങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ സൂറെന്ന കാലത്തിൽ ഊതുന്ന സമയത്ത് ഭൂമിയും എല്ലാം തരിപ്പണമായിക്കൊണ്ട് എല്ലാവരും അവസാനിച്ചു പോവുകയാണ്, എല്ലാവരും മരണപ്പെട്ടു പോകും. രണ്ടാമത്തേതിൽ എല്ലാവരും ഖബറിൽ നിന്ന് എണീറ്റ് മഅ്ശറാ ലോകത്ത് ഒരുമിച്ച് കൂടുകയും ചെയ്യും. അന്നേ ദിവസം കുലൂബുൻ യൗമൈദിൻ വാജിഫ, ഹൃദയങ്ങളെല്ലാം ഭയചകിതരായിരിക്കും, ഭയന്നു പോയിരിക്കും എന്നർത്ഥം. അബ്സാറുഹ, അവരുടെ കണ്ണുകൾ ഖാശിയത്തുൻ, ഭയന്ന് കണ്ണ് തള്ളിയിരിക്കും എന്നർത്ഥം. യഖൂലൂൻ, എന്നിട്ട് അള്ളാഹു പറയാണ്, യഖൂലൂന, അവര് പുനർജീവിതത്തെ നിഷേധിക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, പൂർവസ്ഥിതിയിലേക്ക് നാം മടക്കപ്പെടും എന്നവർ പറയുകയാണോ? ഇന്നാല മർദൂദൂന, നമ്മൾ മടക്കപ്പെടും എന്നാണോ പറയുന്നത്? ഫിൽ ഹാഫിറത്തി, പൂർവ ജീവിതത്തിലേക്ക്, ആദ്യം ഉണ്ടായിരുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു മടക്കുന്നതിനാണ് ഹാഫിറത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറയാറുള്ളത്. അതിൻ്റെ ആ പദം അങ്ങനെ കടന്നു വന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. നടന്നു പോകുന്ന സമയത്ത് ഹുഫ്രത്ത്, ചെറിയ കുഴികൾ, കാൽപാദങ്ങൾ ഉണ്ടാകും മണലിലൂടെ. ഒരാൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ ആ പാദങ്ങളുടെ പിന്തുടർന്ന് തിരിച്ചു വരുന്നതിന് സമയത്താണ് റജ ഇലൽ ഹാഫിറത്തി ഫിൽ ഹാഫിറത്തി എന്ന് പറയാറുള്ളത്. റദ്ദ ഫിൽ ഹാഫിറത്തി പറഞ്ഞാൽ പഴയ ജീവിതത്തിലേക്ക് മടക്കുക എന്നുള്ളത്. ഇന്നാല മർദൂദൂന ഫിൽ ഹാഫിറ, നാം വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെ മടക്കപ്പെടുമോ എന്നവർ ചോദിക്കുന്നുണ്ട്. അത് എങ്ങനെ? ഇതാ കുന്ന ഇളാമൻ നഖിറ, നുരുമ്പിച്ച എല്ലുകൾ ആയതിനു ശേഷം നാം അടക്കപ്പെടുമോ? കാലു, എന്നിട്ട് അവർ പറയാണ്, തിൽക്ക ഇതൻ കറത്തുൻ ഖാസിറ, അത് പരാജയപ്പെട്ട ഒരു മടക്കമായിരിക്കും. അത് കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാകുന്നതാണ് ഖാസിറ എന്ന് പറയാം. റബിഹ ലാഭത്തിലായി, ഖസിറ നഷ്ടത്തിലായി. ഖാസിറ എന്ന് പറഞ്ഞാൽ തിജാറ ഖാസിറ, നഷ്ട കച്ചവടം. ഇത് കറത്തുൻ ഖാസിറ, വലിയ ഒരു നഷ്ടം പിടിച്ച മടക്കമായിരിക്കും അത് എന്ന്. എന്നിട്ട് ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലോ, ഇന്നമാഹിയ, തീർച്ചയായിട്ടും അത് സജ്റത്തുൻ വാഹിദ, ഒരു അട്ടഹാസം മാത്രമാണ്. സൂറത്തെ കാഹളത്തിൽ ഊതുന്ന സമയത്ത് ഇവരൊക്കെ പാടെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹുവിനെ പണിയൊന്നുമില്ല. ആ ഒരു സജ്റത്ത് ഉണ്ടാകുന്നതോടുകൂടെ, വലിയ ശബ്ദം ഉണ്ടാകുന്നതോടുകൂടെ എല്ലാവരും ഖബറിൽ നിന്ന് എണീക്കുന്നതാണ്.
ഫൈദാഹും അന്നേരം എല്ലാവരും ബിസാഹിറ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറ ലോകത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കും. എല്ലാവരും ഖബറിൽ നിന്ന് എണീറ്റുകൊണ്ട് വിചാരണ മഹ്ശറ ലോകത്ത് എത്തിയിരിക്കും, സാഹിറത്തിൽ എത്തിയിരിക്കും എന്ന്. ഇങ്ങനെയാണ് 14 ആയത്തുകൾ ഒന്നിച്ച് എടുക്കുകയാണ്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും വിശദീകരണത്തിലേക്ക് പോകാം. വൽ വാവു ഫി ഖൗലിഹി വന്നാസിആതി. വന്നാസിആത്ത് എന്നുള്ളതിലെ വാവ് മബഅദു ലിൽ ഖസമി. വാവ് ഖസമിന്റെ വാവാണ്. നാസിആത്ത് എന്ന കൂട്ടം മലക്കുകൾ തന്നെയാണ് സത്യം. വജവാബുൽ ഖസമി, അതിൽ വാവ് ഖസമിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ടാവും. ഖസമിന്റെ ജവാബ് മഹ്ദൂഫുൻ, കളയപ്പെട്ടു. ദല്ല അലൈഹി മാ ബഅദു, ശേഷമുള്ളത് അതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. വത്തഖ്ദീറു, അവിടെ നമ്മൾ സങ്കല്പിച്ചു കൊടുക്കേണ്ടത് വഹഖി ഹാദിഹിൽ മഖ്ലൂഖാത്തിൽ അദീമ, ഈ വലിയ മഖ്ലൂഖാത്തുകൾ തന്നെയാണ് സത്യം. വഹഖി ഹാദിഹിൽ മഖ്ലൂഖാത്തിൽ അദീമ, ഈ വലിയ സൃഷ്ടികൾ തന്നെയാണ് സത്യം. ലതുബഅസുന്ന, നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുന്നതാണ്. അള്ളാഹു നിങ്ങൾക്ക് ജീവിതത്തെ തിരിച്ചു നൽകുന്നതാണ്. വിചാരണക്ക് വേണ്ടിയും നന്മതിന്മകൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയും നിങ്ങളെ ജീവിപ്പിക്കും. ലതുബഅസുന്ന എന്നർത്ഥം. വഖദാലിക്കൽ മുഖസ്സമു ബിഹി മഹ്സൂഫുൻ, ആരെ പിടിച്ചാണോ സത്യം ചെയ്യുന്നത് അതും മഹ്സൂഫാണ്. ഇത് കാരണം അന്ന ഹാദിഹിൽ അൽഫാള ഹയ അന്നാസിആത്ത് വന്നാഷിതാത്ത് വസ്സാബിഹാത്ത് വസ്സാബിഖാത്ത് വൽ മുദബ്ബിറാത്ത് എന്ന ഈ പദങ്ങളെല്ലാം സിഫാത്തുൻ ലി മൗസൂഫാത്തിൻ മഹ്സൂഫ, കളയപ്പെട്ട ഒരു മൗസൂഫിന്റെ സിഫാത്തുകളാണ്. ഊരിയെടുക്കുന്നവർ, വൃത്തിയായി ആ പ്രവൃത്തി ചെയ്യുന്നവർ, അതുകൊണ്ട് സഞ്ചരിക്കുന്നവർ, മുൻകടക്കുന്നവർ എന്നൊക്കെ വിശദീകരണങ്ങളാണ്, അല്ല വിശേഷണങ്ങളാണ്. വിശദീകരണങ്ങളല്ല, വിശേഷണങ്ങൾ. സിഫാത്തുൻ ലി മൗസൂഫാത്തിൻ മഹദൂഫ, കളയപ്പെട്ട മൗസൂഫാത്തുകളുടെ സിഫാത്തുകളാണ് ഇതെല്ലാം. അപ്പൊ ശരിക്ക് ആ മൗസൂഫുകളാണ് മുഖസ്സമു ബിഹി, അത് കളയപ്പെട്ട് കിടക്കുകയാണ്. ഇഖ്തലഫൽ മുഫസ്സിറൂന ഫിൽ മുറാദി ബിഹ അലാ അഖ്വാലിൻ കസീറ, എന്താണ് ആ കളയപ്പെട്ട് കിടക്കുന്ന മൗസൂഫാത്തുകൾ എന്നുള്ളതിൽ ഇഖ്തലഫൽ മുഫസ്സിറൂന, ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഫിൽ മുറാദ് അതുകൊണ്ടുള്ള ഉദ്ദേശത്തിൽ അല അഖ്വാലിൻ കസീറത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അഷ്ഹറു, അത് ഏറ്റവും പ്രസിദ്ധമായത് അന്നൽ മുറാദ് ബിഹാദിഹിൽ മൗസൂഫാത്തി, ഈ വിശേഷണങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടവരെ കൊണ്ടുള്ള ഉദ്ദേശം തവായിഫു മിനൽ മലായികത്തി, മലക്കുകളിൽ നിന്ന് ഒരു കൂട്ടം ആളുകളാണ്. കല്ലഫഹും അല്ലാഹു തആല, അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് ബിൽ ഖിയാമി ബി അഅമാലിൻ അളീമ, വലിയ പ്രവർത്തനങ്ങൾ നിർവഹിക്കൽ. കല്ലഫ, അവർക്ക് അള്ളാഹു ശാസിച്ചു കൊടുത്തിട്ടുണ്ട്, ഡ്യൂട്ടി നൽകിയിട്ടുണ്ട് എന്നർത്ഥം. ബിൽ ഖിയാമി, നിർവഹിക്കൽ, ബി അഅമാലിൻ അളീമത്തിൻ, വലിയ പ്രവർത്തനങ്ങൾ. വഅഫ്ആലിൻ ജസീമത്തിൻ, വലിയ പ്രവർത്തനം. അഫ്ആൽ ജസീമ, അഅമാൽ അളീമ എന്നൊക്കെ തുല്യമായ അർത്ഥം. അപ്പോൾ വലിയ വലിയ ഡ്യൂട്ടികൾ അള്ളാഹു നൽകിയ ഒരു പറ്റം മലായിക്കത്തുകൾ, മലക്കുകളാണ്. തവായിഫ് മിനൽ മലായിക്കയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത്. വന്നാസിആത്ത് എന്നുള്ള ഇനിയിപ്പോ മൊത്തം, അപ്പോ വന്നാസിആത്തി നസ്അൻ, ഊരിയെടുക്കുന്ന അർവാഹുകളെ, മുഅ്മിനീങ്ങളുടെ അർവാഹുകളെ ഊരിയെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം എന്ന് വരും. അപ്പൊ അള്ളാഹു ആത്മാവിനെ ഊരിയെടുക്കുക എന്നുള്ള ഡ്യൂട്ടി കൊടുത്ത ഒരു സംഘം മലക്കുകളെ, അവരെ കുറിച്ചാണ് വന്നാസിയാത്ത് എന്നുള്ള വിശേഷണം, ഊരിയെടുക്കുന്നവർ എന്ന് പറഞ്ഞത്. ഇനി അള്ളാഹു ഓരോന്നിന്റെയും വിശദീകരണത്തിലേക്ക് പോകുക, അല്ല മുഫസ്സിർ പിന്നെ ഓരോ പദത്തിന്റെയും തഫ്സീറുകൾ പറയാൻ പോവാണ്. വന്നാസിയാത്ത് എന്നുള്ളത് ജംഉ നാസിഅത്തിൻ, നാസിഅത്തിന്റെ ജമ്മാണ് നാസിആത്ത്. വന്നസ്ഉ, നസ്അ എന്നുള്ള പദം ജദ്ബു ശൈഇ ബിഖുവ, ശക്തമായിട്ടൊരു വസ്തുവിനെ വലിക്കുന്നതിനാണ്, ആകർഷിക്കുന്നതിനൊക്കെയാണ് ഇത് പറയാറുള്ളത്. ജദ്ബാന വലിക്കുക എന്നർത്ഥം. ജദ്ബു ശൈഇ ബിഖുവ, ശക്തമായി വലിക്കുക എന്നാണ്. കനസ്ഇൽ ഖൗസി അൻ കബിദിഹി എന്ന, ഖൗസ് വില്ല്, അമ്പ് വില്ല് എന്നറിയാലോ. അമ്പ് ചെയ്തിട്ട് ആ വില്ല് അമ്പിൽ നിന്ന് തെറിച്ചു പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കെട്ടിയ അതിൽ വെച്ച് ശക്തമായിട്ട് വലിക്കുമ്പോൾ ആ വലിയുടെ ശക്തിക്ക് അനുസരിച്ചിട്ടാണ് അമ്പിന്റെ സ്പീഡ് ഉണ്ടാകുക. അപ്പോൾ ഒരാൾക്ക് അമ്പ് ചെയ്യാനാണെങ്കിൽ നല്ല ആരോഗ്യം വേണ്ടി വരും, അത് ശക്തമായിട്ട് വില്ല് വലിച്ച് വളച്ച് എടുക്കുകയും വേണ്ടി വരും.
അപ്പൊ നന്നായിട്ട് അമ്പിനെ വലിച്ചു പിടിച്ചിട്ടാണ് വിടുമ്പോഴാണ് സ്പീഡ് പോകുക. അപ്പൊ നസ് ഉൽ ഖൗസി അൻ കബി നസ് അൽ കനസ് ഉൽ ഖൗസി അൻ കബിരിഹി എന്ന് പറയും. അതിന്റെ അത് വെക്കണ ആ സ്ഥലം കബിദ്, അതിനെ തൊട്ട് കൗസ് ഇങ്ങനെ ശക്തമായി വലിച്ചു പിടിക്കുന്നതിന് നസ് അൽ നസ് ഉൽ ഖൗസ് എന്നാണ് പറയാറുള്ളത്. ഈ നസ എന്നുള്ള പദം വമിൻഹു ഖൗലുഹു തആല ഫിൻ നസിൽ ഹിസ്സിയി, അത് പിന്നെ ഹിസ്സിയായും മാനവിയായിട്ടുള്ള ഊരലുകൾക്ക് വലിക്കലുകൾക്കും പറയാറുണ്ട്. ഇപ്പൊ കൈ വലിച്ചെടുത്തു എന്ന് ഹിസ്സിയായ വർത്താനാണ്. ശരിക്ക് മനസ്സിൽ നിന്നൊരു കാര്യം വലിച്ചെടുത്തു എന്ന് പറയുകയാണെങ്കിൽ മാനവിയായ നസ ആണ്. ഇപ്പൊ ഊരിയെടുക്കുക അറിയുന്ന സമയത്ത് ചിലത് ഹിസ്സി ആയിട്ടുണ്ടാകും, നമുക്ക് ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ളത്. മറ്റേതൊന്ന് മാനവിയായ വലിച്ചെടുക്കലായി മാറും. അപ്പോൾ ഹിസ്സിയായ നസ്ഇന് ഈ പദം ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണം പറയാണ് വനസായദഹു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് കയ്യ് അത് വലിച്ചെടുത്തു. ഫൈദാഹിയ, ആ അപ്പോൾ കയ്യിനെ കക്ഷത്ത് വെക്കാൻ പറഞ്ഞിട്ട് കക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത സമയത്ത് ഫൈദാഹിയ ബൈളാ ലിന്നാദിരീൻ, നോക്കുന്നവർക്കൊക്കെ അത് പ്രകാശിച്ച് വെളുത്ത് കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നസയദഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷത്തിൽ നിന്ന് കൈ വലിച്ചെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, ഊരിയെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ അവിടെ നിസ് എന്നുള്ളത് ഹിസ്സി ആയിട്ട് പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഊരിയെടുത്തതാണ്. നമുക്ക് സുബ്ഹാനഹു വ തആല ഫി നസ്ഇൽ മാനവി, ആശയപരമായ നസ്ഇല് ഇപ്പോ ഹിസ്സി ആയിട്ട് ഉണ്ടാവില്ല, പക്ഷെ മാനവി ആയിട്ടുള്ള നസ്ഇനെ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ ഇഖ്വാന അലാ സുറുൽ മുത്തഖാബിരീൻ. നാളെ സ്വർഗത്തിലെത്തുന്ന സമയത്ത് സുറുർ ചാരു കസേരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖമായിട്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലുള്ള ഗില്ലുകൾ, മറ്റേ ഹൃദയത്തിലെ ദുസ്വഭാവത്തിൽപ്പെട്ട പകയും വിദ്വേഷവും അതൊക്കെ അവരുടെ ഹൃദയത്തിൽ നിന്ന് നാം ഊരിയെടുക്കും. അപ്പൊ ഹൃദയത്തിലുണ്ടാകുന്ന പിന്നെ പക, വിദ്വേഷം, ഗില്ല്, അത് അള്ളാഹു ഊരിയെടുത്തൊഴിവാക്കിയിട്ടുണ്ടാകുന്ന. അപ്പൊ ഒരാൾക്കും മറ്റൊരാളോട് ഒരു പകയും ഉണ്ടാകില്ല, ഒരു വിദ്വേഷവും ഉണ്ടാകില്ല. പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് സന്തോഷം മാത്രമാണ് ഉണ്ടാവുക. അതില്ല എന്നുണ്ടെങ്കിലോ, ചില ആളുകളെ കാണുന്ന സമയത്ത് അസ്വസ്ഥതകൾ ഹൃദയത്തിൽ വരും എന്നുണ്ടെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന സമയത്ത് ആ ആനന്ദം കിട്ടൂല. ഇപ്പൊ വലിയ സൗകര്യമുള്ളിടത്ത് ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അന്നത്തെ ആ കണ്ടുമുട്ടൽ, ആ ഇരുത്തത്തിന്റെ തന്നെ സുഖം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു അങ്ങനത്തെ എല്ലുകളൊക്കെ ഊരിയെടുത്തു കഴിഞ്ഞാലോ സന്തോഷത്തോടു കൂടെ ഇരിക്കാൻ കഴിയും. അപ്പൊ ഹൃദയത്തിൽ നിന്ന് ആ ഒരു സ്വഭാവത്തെ ഊരിയെടുക്കുന്നതിനും നസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഹിസ്സിയായ ഊരിയെടുക്കലുകൾക്കും മാനവിയായ ഊരിയെടുക്കലുകൾക്കും നസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ആ നാസിയത്തിന്റെ ജമ്മാണ് നാസിആത്ത് എന്നുള്ളത്. വഖൗലു ഗർഖൻ വന്നാസിആത്തി, ശക്തമായി ഊരിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഗർക്ക് എന്നുള്ള പദം ഇസ്മു മസ്തറു മിൻ അഗ്റക. അഗ്റക യുഗ്രിക്കുന്റെ അതിന്റെ മസ്തറു നസ്ൽ ഇഗ്റാഖൻ, അഗ്റക യുഗ്രിക്കു ഇഗ്റാഖൻ. والإغراق في الشيء المبالغة فيه والوصول به إلى نهايتنا. ഒന്നിലും കിട്ട് നന്നായിട്ട് മുബാലകത്തായിട്ട് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുക. ആ പ്രവൃത്തിയിൽ എത്ര കണ്ട് ശക്തമായിട്ട് അല്ലേ കൊണ്ട് എത്ര കണ്ട് നന്നായി ചെയ്യാൻ പറ്റുമോ അങ്ങനെ നന്നായി ചെയ്യുന്നതിനാണ് അഗ്റഖ എന്ന് പറയാറ്, അഗ്റഖ ഫി ഷൈഇ എന്ന് പറയാറുള്ളത്. അപ്പൊ ഈ അൽ ഇഗ്റാഖു ഫി ഷൈഇ അൽ മുബാലഗത്തു ഫിഹി, ഒരു വസ്തുവിൽ ഇഗ്റാഖ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ മുബാലഗത്ത് മാക്സിമം ആയി എന്നാണ്. വൽ വുസൂലു ബിഹി ഇലാ നിഹായത്തി, അതിന്റെ നിഹായത്തിലേക്ക് എത്തി എന്നാണ്. യുഖാലു അഗ്റഖ ഫുലാൻ ഹാദൽ അംറാൻ, ഈ ഒരു ഫുലാന് ഒരു കാര്യത്തെ അഗ്റഖ എന്ന് പറയും എപ്പോ ഇദാ ഔഗല ഫിഹി, അതിൽ നന്നായി ആണ്ടുപോയി കഴിഞ്ഞാൽ. ഒമിൻഹു ഖൗലുഹു, അതിൽപ്പെട്ടത് തന്നെയാണ് നസഅ ഫുലാനുൻ ഫിൽ ഖൗസി ഫഅഗ്റഖ, ഒരാള് അമ്പും വില്ലില് പിന്നെ വില്ല് വലിച്ചു ഫഅഗ്റഖ, അതിൽ ഇഗ്റാഖായി എന്ന് പറയും. ഐ ബലഗ ഗായത്തൽ മദ്ദി ഹത്തൻ തഹ ഇലൻ നസ്ലി, ആ പിന്നെ വില്ലിന്റെ തലപ്പത്ത് എത്തുവോളം അങ്ങോട്ട് അമ്പിന്റെ തലപ്പ്, നസ്ലി പറഞ്ഞാൽ മൂർച്ചയുള്ള ഭാഗമാണ്. വില്ലിന്റെ മേലിൽ അമ്പ് വെച്ചിട്ട് വലിച്ചിട്ട് പിന്നെ അമ്പിന്റെ തല വില്ലിൽ തട്ടുന്ന പിന്നെ അതിലപ്പുറം വലിക്കാൻ കഴിയില്ല. അതിന്റെ അപ്പുറം വലിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനം തെറ്റിപ്പോകും. അപ്പോ അമ്പ് വില്ലിന്റെ മുകളിൽ വെച്ചിട്ട് ആ ബാക്കിലുള്ള നൂലിൽ വെച്ച് എങ്ങനെ വലിക്കുകയാണ് ചെയ്യുക. നെസ്ല് വില്ലിലെത്തുന്നത് വരെ വലിച്ചു കഴിഞ്ഞാൽ, മാക്സിമം വലിച്ചു കഴിഞ്ഞാൽ
നസഅ ഫുലാനുൻ ഫിൽ ഖൗസി ഫഅഗ്റഖ എന്ന് പറയും. വില്ലിൽ വലിച്ച് ഇഗ്റാഖ് വരെ എത്തിയ മാക്സിമം എത്തിയെന്ന. ഇനി അപ്പുറം വലിച്ചാൽ ലക്ഷ്യം തെറ്റിപ്പോകും. അപ്പോൾ അതിൽ വലിക്കാവുന്ന മാക്സിമം അമ്പും വില്ലും അമ്പെയ്യുന്നതിൽ വില്ലിൽ വെച്ച് വലിക്കാവുന്ന അത്ര അമ്പ് വലിച്ചു കഴിഞ്ഞാൽ നസഅ ഫുലാനുൻ ഫിൽ ഖൗസി ഫഅഗ്റഖ, ആ മാക്സിമം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അഗറക്കയിൽ നിന്നാണ് ഇഗ്റാഖും ഗർക്കും പോന്നിട്ടുള്ളത്. അപ്പോ നല്ല ആത്മാവിനെ ഊരിയെടുക്കുന്നതിൽ മാക്സിമം ചെയ്യുക എന്നാണ്. അപ്പോൾ വന്നാസിഗാത്തി ഗർഖൻ, ശക്തമായി ഊരിയെടുക്കുന്നവർ എന്ന് കിട്ടും. വഹുവ മൻസൂബുൻ അൽ മസ്തരിയത്തി, ഗർക്കൻ എന്നുള്ളത് മസ്തരിയത്തിന്റെ മേലെ എടുത്തുകൊണ്ട് നെസ്ബാണ് കൊടുത്തിട്ടുള്ളത്. ലിൽതിഖായി മഅൽ ലഫ്ദ് അല്ലദി ഖബ്ലഹു ഫിൽ മാന, അതിന് തൊട്ട് മുമ്പുള്ളതിൽ ആശയത്തിൽ യോജിക്കുന്നുണ്ട്. ഊരിയെടുക്കുക എന്നാണ്. അത് തന്നെ ഗർക്കൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ചെയ്യുക എന്നാണ്. അപ്പോ മസ്തരിയത്തിന്റെ സെയിം പദത്തിന്റെ മസ്തർ ഉപയോഗിച്ചതുപോലത്തെ ഒരു സാദൃശ്യമുണ്ട്. അതുകൊണ്ട് അത് ആ പദത്തിന്റെ തന്നെ മസ്തർ എന്ന് പരിഗണിച്ചുകൊണ്ട് നെസ്ബാണ് കൊടുത്തിട്ടുള്ളത്. വക്കദാലിക ഷൈഉ ബിന്നിസ്ബതി ലിൽ അൽഫാദ് അല്ലതി ബഅദഹു, ഇതുപോലെ തന്നെയാണ് ഇതിന് ശേഷം വരുന്ന നസ്തൻ, സബഹൻ, സബഖൻ എന്നുള്ള ശേഷം വരുന്ന പദങ്ങളും. അത് അതിന്റെ മസ്തരിയത്ത്, സാബിഖാത്ത് എന്നുള്ളതിന്റെ മസ്തർ സബഖ് വരുമ്പോൾ, സാബിഹാത്തിന്റെ മസ്തർ സബഹ എന്ന് വരുമ്പോൾ മസ്തരിയത്തിന്റെ മേലിൽ മൻസൂബായിട്ട് വരികയാണ്. വൽ മാന, ഇനി അർത്ഥം പറയാൻ പോവാണ്. വഹഖിൽ മലായികത്തിൽ ലദീന യൻസുന അർവാഹൽ കാഫിരീന മിൻ അജ്സാദിഹിം നസ്അൻ ശദീദൻ യബ്ലുഗുൽ ഗായത ഫിൽ ഖസ്വതി വൽ ഗല്ലതി. വഹഖിൽ മലായികത്തി, മലക്കുകൾ തന്നെയാണ് സത്യം. ഏത് മലക്കുകൾ? അല്ലദീന യൻസുൻ, അവർ ഊരിയെടുക്കുന്നുണ്ട്. അർവാഹൽ കാഫിരീന, കാഫിരീങ്ങളുടെ റൂഹുകളെ, മിൻ അജ്സാദിഹിം, അവരുടെ ശരീരത്തിൽ നിന്ന്, നസ്അൻ ശദീദൻ, ശക്തമായി വലിച്ചെടുക്കൽ. യബ്ലുഗുൽ ഗായത ഫിൽ ഖസ്വതി, കാഠിന്യത്തിന്റെ പാരമ്യതയിലെത്തുന്ന, വൽ ഖില്ലതി, കാഠിന്യം തന്നെയാണ്. അപ്പൊ കാഠിന്യത്തിന്റെയും പരിശുദ്ധയുടെയും പാരമ്യതയിലെത്തുന്ന രീതിയിൽ, ശക്തമായ രീതിയിൽ വലിച്ചെടുക്കുന്ന ആ അതും കാഫിര്യങ്ങളുടെ ജസദുകൾ, ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വലിച്ചെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം എന്നത്. അപ്പോൾ വന്നാസിഗാത്തി ഗർഖൻ, ശക്തമായി ശരീരത്തിൽ നിന്നും ആത്മാവിനെ വലിച്ചെടുക്കുന്ന, അതും കഠിനമായ രീതിയിൽ വലിച്ചെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. അപ്പോ അതെങ്ങനെ അങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബൈഷിറു ഇല ഹാദൽ മാന, ഈ ആശയത്തിലേക്ക് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഖൗലുഹു തആല, അള്ളാഹുവിന്റെ മറ്റൊരു ആയത്ത്, ഫി ആയാത്തിൻ മുതഅദ്ദിദത്തിൻ, വ്യത്യസ്ത ആയത്തുകളിൽ ഈ ആശയം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മിൻഹ ഖൗലുഹു സുബ്ഹാനഹു, അതിൽപ്പെട്ടത് തന്നെയാണ് വലൗ തറ ഇദ് യതവഫല്ലദീന കഫറു, നബിയെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഇദ് യതവഫല്ലദീന കഫറു, നിഷേധികൾ മരണപ്പെടുന്ന ആ ഒരു സന്ദർഭം. അൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും, മലക്കുകൾ അവർ അടിക്കുന്നുണ്ട്, വുജൂഹും, അവരുടെ മുഖത്ത്, വദ്ബാറഹും, അവരുടെ ബാക്ക് ഭാഗങ്ങളിലും, എന്നിവ ധൂഖ്, അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക അദാബൽ ഹരീഖ്, നരകശിക്ഷ എന്ന്. അപ്പോ കാഫിര്യങ്ങളുടെ അല്ലെങ്കിൽ പിന്നെ സത്യനിഷേധികളുടെ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് നബിയെ ആ രംഗമൊന്ന് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, മലക്കുകൾ അവരോട് കഠിനമായി പെരുമാറുകയും നിങ്ങൾ നരകശിക്ഷ അനുഭവിച്ചോളൂ എന്നുള്ള പിന്നെ വാക്ക് പറയപ്പെടുകയും ചെയ്യുന്ന ആ ഒരു കഠിന രംഗം നബിയെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ആത്മാവിനെ പിടിക്കല് കുറച്ച് കഠിനമായിട്ടാണ്, കസ്വത്തോടുകൂടെയും ഗല്ലത്തോടുകൂടെയും പരുഷവും കാഠിന്യവും നിറഞ്ഞതാണ് എന്നുള്ളത് അള്ളാഹു മറ്റായത്തുകളിലും പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം വലൗത്തറ, നബിയെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആയത്ത്. നിഷേധികളുടെ ആത്മാവിനെ പരുഷമായി പിടിക്കുന്ന ആ രംഗം നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, അത് ആ വലിയ ആശയത്തെ പിടിച്ചെടുക്കുന്ന മലക്കുകൾ ശക്തമായി അർവാഹിനെ പിടിച്ചെടുക്കുന്നത് എന്ന് അവിടെ പറയുന്ന ഒറ്റ വാക്കിൽ ഇവിടെ ഒതുക്കി വെച്ചതാണ്. ഇനി ബഖൗലുഹു വന്നാശിതാത്തി നഷ്തൻ, ഇനി അടുത്തത് നാശിതാത്തി നഷ്തൻ എന്നുള്ളതാണ്. അത് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ പോരെ, സമയം കഴിഞ്ഞില്ലേ?